അത്രയ്ക്ക് അങ്ങ് മോനെ അങ്ങ് മുറിക്കകത്തിട്ട് ഇവിടെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു, അറിയാവോ ഇവന്. അപ്പൊ മോന് അന്നമ്മ ചോദിച്ചു, കൊച്ചുമോന് ചിരിയൊക്കെ പോയി, എന്തോ പറ്റി. പെണ്ണൊരുമ്പിട്ടാൽ അതാണ് ആന്റി, പെണ്ണൊരുമ്പിട്ടാൽ. അതാണ് ആ കുട്ടൻ. അവർക്ക് സന്തോഷമായി ദിലീപിന്റെ അന്ന് സിനിമയ്ക്ക് പുറത്ത്, ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വിജയം. അതെ ആന്റി സത്യം. പക്ഷെ ഇവൻ അതിന് ബലിയാടായപ്പോ എനിക്ക് തകർന്നു ആന്റി ഞാൻ. കാരണം ഞാൻ എന്റെ ഏറ്റവും ഒരു കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നു. ഇവൾ ഇനിയും ഇതിന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രാഹുൽ ഈശ്വറിന് ദിലീപ് വിഷയത്തിൽ സംസാരിക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ആ ടൈമിൽ അണ്ണ ഉള്ളയിലായിരുന്നു. എന്തിന്റെ പേരിൽ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാമെന്ന് രാഹുൽ ഈശ്വർ ഉള്ളേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ളൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിട്ട് പോലും രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മൾ സംസാരിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. കാര്യം നമ്മൾ മുമ്പ് ഓൾറെഡി തന്നെ ഈ ഒരു പല വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ദിലീപ് കേസിൽ പല ആംഗിളുകളെ കുറിച്ച്, പല പെർസ്പെക്റ്റീവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു മീഡിയയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഒരു മോസ്റ്റ് മെജോറിറ്റി കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. എന്നാൽ ഇതേ രാഹുൽ ഈശ്വർ പിന്നീട് മീഡിയയിൽ വന്നിട്ട് മറ്റൊരു രീതിയിൽ ഇതൊന്നും അറിയത്തില്ലേ രാമനാരായണ, ഞാൻ വേട്ടക്കാരനൊപ്പം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വർ പലപ്പോഴും ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നവനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായമുണ്ടോ ന്യായമില്ല എന്നുള്ളതല്ല. ആരാണോ വേട്ടയാടപ്പെടുന്നത് ആരിലോട്ടാണ് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ ബ്ലെയിം ഒക്കെ വരുന്നത്, അയാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നൊരു പരിപാടി, അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുക എന്നുള്ള പരിപാടി പലപ്പോഴും രാഹുൽ ഈശ്വർ കാണിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ കാണിക്കുമ്പോൾ ഇതിനകത്തിലെ ന്യായത്തിനൊപ്പം നിൽക്കുക എന്നുള്ള കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ ഈ പൾസസുനിയുടെ മാഡം കാവ്യ മാധവൻ എന്നൊക്കെ പൾസസുനി പറഞ്ഞത് മിസ്ലീഡ് ചെയ്യാൻ പറഞ്ഞതാണോ ഇല്ല എന്നുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ കാവ്യ മാധവന് തൻ്റെ മുൻ ഭർത്താവിനെ പോലും ഇത്തരത്തിൽ മറ്റൊരു ബന്ധത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടും വേറെ കുറെ ഇതൊക്കെ ആയിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമിച്ചിരുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാവ്യ മാധവന്റെ ഒരു പക കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ഇതേ രാഹുൽ ഈശ്വറിന്റെ ഇതിനകത്തൊക്കെ ആണെങ്കിൽ കാവ്യ മാധവന്റെ മുൻ അമ്മായിയമ്മയായിട്ട് സംസാരിക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് ഞാനൊരു ഉമ്മ തരാം എന്നൊക്കെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. മീഡിയയുടെ മുന്നിൽ വന്ന് ഒന്ന് പറയുകയും മീഡിയയുടെ പുറകിൽ പോയി മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇരട്ടത്താപ്പ്, അതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വർ എന്നാണെങ്കിലും ഈ ദിലീപ് വിഷയത്തിൽ സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു സങ്കടങ്ങളൊക്കെ പുറത്ത് വന്നതിന് ശേഷം മീഡിയസിന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ചൊരു പോർഷൻ മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. എന്തൊരു അനീതിയാണ് ആലോചിക്കണം. 16 ദിവസം എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യവും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ, കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷേ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ, ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ, 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്. എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കാണ്. അതാണ് കുറ്റവാളി എന്ന് മുദ്രകുത്തി ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന ഏതൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ ഇന്ന് ഒരേ ഒരു രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. നമുക്ക് പുരുഷ കമ്മീഷൻ ഇതൊക്കെ നമുക്ക് റെഡിയാക്കണം, സെറ്റപ്പ് ആക്കണം. അണ്ണാ ഇതിന് മുന്നേ പുള്ളി ഒരു ചർച്ചയിൽ വന്ന സമയത്താണെങ്കിൽ ഭാഗ്യലക്ഷ്മി വന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളിക്ക് ഈ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുന്നത് ഈ ദിലീപ് കാവ്യ മാധവൻ ഈ ഒരു ബന്ധവും അതിനെ ചൊല്ലിയിട്ട് പുള്ളി പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഈ കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായിയമ്മയുടെ ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ. അങ്ങനെ ഇവര് ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയോ രാഹുൽ, നിങ്ങളുടെ ഭാര്യയോ നാട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും സിബി മലയിൽ സാറും കമൽ സാറും ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു, ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പിന്നീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചോ. പറഞ്ഞു, ചേച്ചി പുറത്ത് വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യമാധവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായത്. ഇത് കാവ്യമാധവന്റെ മുൻ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാനൊക്കെ കൊണ്ട് ശ്രമിച്ചിരിക്കുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ്, ഇത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പുള്ളിക്കാരിക്ക് അങ്ങനെ സംഭവം അറിഞ്ഞു, അങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭാര്യ എടുത്ത് സംസാരിക്കുമല്ലോ. അപ്പോൾ
അത് പിന്നീട് പോയി പറഞ്ഞിട്ട് പുള്ളീനെ പഴിചാറേണ്ട ആവശ്യകതയൊന്നുമില്ല. പക്ഷേ ഇത് തപ്പി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പണ്ട് ഉള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതായത് കാവ്യ മാധവന്റെ മുൻ അമ്മായി അമ്മയും രാഹുൽ ഈശ്വരും തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനൊക്കെ അന്ന് കുഞ്ഞാണ്, കൊച്ചു ചെറുക്കനാണ്. അപ്പം ആ ഒരു വോയിസിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായി നമ്മുടെ രാഹുൽ ഈശ്വരും കാവ്യ മാധവന്റെ മുൻ അമ്മായി അമ്മയും തമ്മിൽ. അപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്താണ് മീഡിയാസിന്റെ മുന്നിൽ ആ ഒരു വേട്ടയാടപ്പെടുന്ന ആൾക്ക് വേണ്ടി അത്രത്തോളം ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി മീഡിയയുടെ പുറകെ രാഹുൽ ഈശ്വറിന്റെ മുഖം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. കണ്ണൻ ചേട്ടൻ ഡൈവോഴ്സ് ആണെന്ന് പറയുന്ന തെമ്മാടിത്തര വലിയോ സംശയം എന്താണ് ഇത് കേക്ക ബാക്കി കേക്ക എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അത് ശരി. അത് കാണിക്കേണ്ടപ്പോ കാണിച്ചു. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ടിൽ വരണം മോൻ, കേട്ടോ? തീർച്ചയായും വരും. എന്നിട്ട് ഇത് കേക്ക്, മോനും 2 വാക്ക് പറയണം അതിനു വേണ്ടിയാ. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ഇവളെ എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഈ ഡിറ്റക്ടീവ്സിനായിട്ട് അന്വേഷിപ്പിച്ചത് ആരാ ഇത്, എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയെന്നൊക്കെ അന്വേഷിപ്പിച്ചു. എഴുതിയവന്മാരെ പിടിച്ചു. ഈ ആർ രാധാകൃഷ്ണൻ, യു ഹരീഷ്, കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് കാവ്യയുടെ അമ്മ പറഞ്ഞു എന്ന് ചോദിച്ചോടനെ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞു എന്ന്. എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു പബ്ലിക്കിന്റെ സിമ്പതി മേടിച്ച് വീട്ടമ്മയാകാൻ പോയ കാവ്യ എന്തിന് തിരിച്ചു വന്നു, അമ്മായിയമ്മ 2 ഇടി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അവർക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിത്തം. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞു. മോളെ ഞങ്ങൾ ടി വി കൂടെ കാണുന്ന ഇത് ചുമ്മാ കഴിവണ്ടാ മോൾ. എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. അറിഞ്ഞോ? എന്നിട്ട് അവൻ അവിടെ വാളെ പിടിച്ച് നടക്കുവാ. തീർച്ചയായും ആന്റി ക്ഷമിക്കണം, ഒരു കാര്യം കൂടെ. ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അന്ന് ഞാൻ വിളിച്ചപ്പോ ചോദിച്ചു, ഓർക്കുന്നുണ്ടോ ആന്റി? അത് തന്നെ ആന്റി ഈ ബന്ധം മോനെ നമ്മള് അല്ല അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി 4-ാം തീയതി വരെ ആരുടെ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അതുപോലെ ഇതാണ് പ്രശ്നം. യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. കഥകൾ ഒരുപാടുണ്ട്. ഇതിനി നിങ്ങൾ മുന്നോട്ട് കാണാൻ പോകുന്ന സംബന്ധം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീഡിയാസിൽ എല്ലാ ആൾക്കാരും ആണെങ്കിൽ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഇതേ വ്യക്തിയെ മീഡിയാസ് ഒക്കെ വേട്ടയാടുന്നതിന് മുന്നേ തന്നെ പിന്നാമ്പുറത്തു നിന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പരിപാടികൾ നമുക്ക് കാണാൻ പറ്റും. രാഹുൽ ഈശ്വർ ഞാൻ പറഞ്ഞല്ലോ, മെൻസ് അസോസിയേഷൻ നമുക്ക് പോരാടണം, അതിനുവേണ്ടി ശക്തമായിട്ട് തന്നെ നമ്മളൊക്കെ പ്രതികരിക്കണം. അപ്പോൾ ഇതിനകത്ത് രാഹുൽ ഈശ്വർ പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഇതിൽ പറയുന്നുണ്ട്, ശരിയാമേ അത് സത്യമാ, അത് ഉള്ളയാ എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. കാരണം ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. വന്നപ്പോ ഇവിടെ ആരുമില്ല, പിന്നെ ഡോർ ഗേറ്റും തുറക്കുന്നില്ല, പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം ഇവള് കല്യാണത്തിന് 3 ദിവസം മുമ്പ് മോനെ എനിക്ക് മോൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടത്തിയെന്ന്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ? എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലായി. ഞാൻ തകർന്നു പോയത് വേറൊന്നുമല്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് പിടിച്ച ചെറുത ഇവനാണെ ഒന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവൻ സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു, അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു എഴുതിയേക്കുന്നു ഇതൊക്കെ ദിലീപിന്റെ പണിയാ. അല്ല ആന്റി ഞാൻ ഇവിടെ കേൾക്കും ഒരു സെക്കൻഡ്. കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു, ട്രിവാൻഡ്രം റിപ്പോർട്ടർ. അപ്പൊ ട്രിവാൻഡ്രം റിപ്പോർട്ടർ എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു, മാഷെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത്. പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ നമസ്കാരം, എന്താണ് നിശ്ചലിന് അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പ്രസ് അല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു.
അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല, എന്റെ ഒരു വെൽവിഷനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് റൂമേഴ്സ് അറിഞ്ഞു. അപ്പൊ ഒരു സുഹൃത്തിനോ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ വാക്ക് അഴുകി പോകുന്നു ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. തമാശ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതല്ല പറയുന്നത്, ഒരു എന്താ പറയണേ, മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ വളരെ എഴുതിപ്പിച്ചതാണ്. ഞാൻ മ്യൂസിക് കേട്ടല്ലോ. ഇതിനകത്ത് ഇവരുടെ ഈ ഒരു കാവ്യമാധവൻ ദിലീപ് ഇവരുടെ ഈ ഒരു ബന്ധം കാരണം നഷ്ടപ്പെട്ടിരിക്കുന്ന 2 ജീവിതങ്ങളുണ്ട്. ഒന്ന് മഞ്ജു വാര്യരും, 2 കാവ്യമാധവന്റെ മുൻ ഭർത്താവ്. ഇവർ രണ്ടുപേരുടെയും ജീവിതമാണ് ആ ഒരു സമയത്ത് നഷ്ടമായിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന നഷ്ടങ്ങൾ സംഭവിക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു തോന്നുന്നു. കാരണം ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പരത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പുള്ളി നെഗറ്റീവും കാവ്യമാധവൻ ഫുള്ള് പോസിറ്റീവ് എന്നുള്ള രീതിയിലോട്ടൊക്കെ തന്നെ കേൾക്കുമ്പോഴത്തേക്കിനും പുള്ളിനെ ഒക്കെ ഇവരെയൊക്കെ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഈശ്വർ ഈ പുള്ളിക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും പുള്ളിക്കാരുടെ അടുത്ത് ആ ഒരു വൈകാരികമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം. പക്ഷേ അങ്ങനെ സംസാരിക്കുന്ന ഈ ഒരു വ്യക്തി എവിടെയും ഇത്രയും നാൾ മീഡിയാസിന്റെ മുന്നിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുമ്പ് ഭാഗ്യലക്ഷ്മി ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് കുട്ടിക്കൊരുങ്ങിനെ പോലെ ആ ഒരു മൂഡ് സാധനത്തിൽ പിടിച്ചിട്ടാണ് നമ്മുടെ രാഹുൽ ഈശ്വർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എവിടെയും വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ വേട്ടയാടുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ രാഹുൽ ഈശ്വറിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ. ഞാൻ ജോഗിങ്ങിലായിരുന്നേ. അപ്പോഴ് 2 സ്ത്രീകൾ ബാക്കിൽ കൂടെ വരുന്നത്, എനിക്ക് അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവര് ബാക്കി കൂടെ നടന്നു. അല്ല, അവളുടെ കളി ഞാൻ പറയാണ്. അവര് നടന്നപ്പോ അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാപന്നെന്ന്, ആ പെൺകുട്ടി പാവം, മനസ്സിലില്ലേ? ഇവള് സിനിമയ്ക്ക് പുറത്ത് മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വലിയ വിജയം. ആന്റി സത്യം. പക്ഷെ ഇവൻ അതിന് ബലിയാടായപ്പോ എനിക്ക് തകർന്നു ആന്റി. കാരണം ഞാൻ എന്റെ ഏറ്റവും ഒരു കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നു. ഇവൾ ഇനിയും ഇതിനെ എടേ ഞാൻ കേട്ടതല്ലേ നിങ്ങളും കേട്ടത്? ക്യാമറ മുന്നിൽ പിന്നിലാണ് ഇതൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ ഇങ്ങനെയാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇങ്ങനെ വേട്ടയാടുന്നൊക്കെ പറയുന്ന ഇത് രാഹുൽ ഈശ്വർ മുമ്പ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണിത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാഹുൽ ഈശ്വർ ഇങ്ങനെ അല്ല, ഇങ്ങനെ പറയുന്ന ഒരാളല്ല നമ്മുടെ രാഹുൽ ഈശ്വർ. പക്ഷെ അന്ന് ക്യാമറയുടെ പിന്നിൽ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയയുടെ മുന്നിൽ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യം ഒന്ന്, മീഡിയയുടെ പിന്നാമ്പുറത്ത് പറയുന്ന കാര്യം മറ്റൊന്ന്. എന്നാൽ പിന്നെ 2 സ്ഥലത്ത് 2 രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഇപ്പം ഈ ഒരു ഇരട്ടത്താപ്പ് കാണിക്കാതെ എന്താണോ ഉള്ളിൽ പറയാനുള്ളത് ആ കാര്യം ഓപ്പണായിട്ട് മീഡിയയിലൂടെ ആണെങ്കിൽ സംസാരിക്കുക എന്നുള്ളൊരു കാര്യമല്ല ചെയ്യുന്നത്. ഇവിടെ ഇതിനകത്ത് മുമ്പ് പുള്ളീനെ ആ ഒരു കാവ്യമാധവന്റെ മുൻ ഭർത്താവിനെ ഇത്തരത്തിൽ വേട്ടയാടി അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച കാര്യങ്ങളോ ഇതൊന്നും രാഹുൽ ഈശ്വർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളിയുടെ ലൈഫിൽ കുറെ ഇത്തരം അവരങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളും മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മീഡിയയുടെ മുന്നിൽ വേട്ടയാടിയാൽ മാത്രമേ അതൊരു വേട്ടയാടലാവുകയുള്ളൂ അല്ലേ? അപ്പൊ മീഡിയയുടെ പുറത്ത് അധികം ചർച്ച അല്ലെങ്കിൽ മീഡിയാസിലോട്ട് വരാത്ത വേട്ടയാടല് അതൊന്നും വേട്ടയാടലുകൾ അല്ലാണ്ടായി മാറുമോ? അപ്പൊ ഈ ഫോണിൽ കൂടെ മാത്രം സംസാരിച്ചാൽ മതിയാവുമല്ലോ. രക്ഷപ്പെടാൻ പോകുന്നൊന്നുമില്ല. ഇവളിപ്പോ മമ്മൂട്ടി പ്രമാണി എന്നുള്ള പടം കൊടുത്തില്ലല്ലോ. ശരി. സ്നേഹം എടുക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ മമ്മൂട്ടിക്ക് അറിയില്ലോ സച്ചിനെ. മോഹൻലാൽ വിളിച്ചിരുന്നു, മനോജ് കജയൻ വിളിച്ചിരുന്നു, സുരേഷ് മേനക വിളിച്ചിരുന്നു, പിന്നല്ലാതെ പിന്നെ കലാരഞ്ജിനി ഇങ്ങോട്ട് വിളിച്ചു, സുരേഷ് ബാബു വിളിച്ചു. സകലമായ സിനിമയിലെ ഒരുപാട് പേര് മോന് സപ്പോർട്ട്. പിന്നല്ല, തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആന്റി, കാവ്യയുടെ കാര്യം ആന്റി ഞാനൊന്നുമല്ല, ഞാനൊരു മീഡിയയിൽ വർക്ക് ചെയ്ത കലാരഞ്ജിനിയൊക്കെ ചോദിക്കുന്നു എന്തിനാ മണിയാന്റി ഒരു ന്യൂസ്. ഇവള് നിശ്ചയം വരെ മോനെ ഇവള് രഹസ്യമാക്കിയിരുന്നു, അറിയാവോ? അതാണ്. വെളിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ ഇവള് സമ്മതിച്ചില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ദിലീപ് വന്നോ കല്യാണത്തിന്? അവൻ കോട്ടയത്ത് നിൽക്കുമായിരുന്നു. മഞ്ജു അല്ലേ വന്നോളൂ? മഞ്ജു വന്നു. ഇപ്പൊ എന്നിട്ട് അവന് കോഴിലോട്ട് എന്തിനാ ഇവൻ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവിടെ? അതാണ് ആന്റി, അതാണ്. പട്ടണത്തിൽ പോലും കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് പിന്നെ എന്ത് ചെയ്ത് എവിടെ നിൽക്കത്തില്ല, അവർക്ക് അങ്ങ് പോകണം. എനിക്കറിയാം. കാരണം ഇവളുടെ ഡ്രൈവർ ആണ് നമുക്കറിയാവുന്ന ആള്. അല്ല മോനെ, ആകെപ്പാടെ മോനെ 2 മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളവളാ. എന്നിട്ട് പക്ഷെ അവൾ ഇത്രയും ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മ അച്ഛനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പട്ടണത്തിൽ പോയിട്ടില്ല, പോയി ഷൂട്ടിങ്ങിന്. പോയിട്ട് വന്നത്ര 3 ആഴ്ച. അന്ന് ഗോപിക ഉണ്ട് ഇവിടെ, കണ്ണന്റെ ഭാര്യ ഉണ്ട് ഇവിടെ.
അപ്പൊ കണ്ണന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തിരിക്കുക മോനെ കൊല്ലാൻ. എന്റെ അയ്യോ ശ്രീകണ്ഠേശ്വര, അയ്യോ ആന്റി മതി. ദിലീപ്, അതാണ് ദിലീപിന്റെ മിടുക്ക്. അവൻ അറിഞ്ഞൂടാ, അവൻ സിനിമയെ കാണുന്നുള്ളൂ ലോകം. നമ്മളാരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അല്ല ഞാനിതാണ് പറഞ്ഞു, ഞാൻ ഏഷ്യാനോട് ഞാൻ പറഞ്ഞു വരുന്നല്ല. ഈ എഴുതുന്നവർക്കും പറയുന്നവർക്കും ഈവൻ കാവ്യക്ക് പോലും അറിഞ്ഞൂടാ. കാവ്യക്ക് പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് അവര്. അതെല്ലാരും പറഞ്ഞത് അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് സത്യമായിട്ട് ആന്റി ഭയങ്കര വിഷമമായി പോയി. കാരണം അവന് ശരിക്കും അവളെ ഒരു ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. സത്യ പാവം കൂട്ടുമോനെ ഒരാളോടുണ്ട്, കാർത്തിക. എവിടെ രഹസ്യങ്ങൾ മൊത്ത ഏതൊക്കെ ചെറുക്കന്മാരോട് പോണം, തുണി അഴിക്കണം എന്നുള്ളത് പറയുന്നത് കാർത്തിക. അവളെ പിന്നെ നല്ല സാധനമാണ്. അവളാ ഇതിന്റെ അവളും നല്ല സാധനമാണെന്നൊക്കെ. രാഹുൽ ഈശ്വറേ, നമ്മൾ 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് അതിജീവതയുടെ ഈ അവസരങ്ങൾ മൊത്തം നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കുന്നത് ദിലീപാണ്. അങ്ങനെ മുന്നോട്ട് കുറേ അവസരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊരു സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോഴും കോടതിയിൽ ആ ഒരു വാദം ജയിക്കാണ്ട് പോയതിൻ്റെ കാരണം എന്തായിരുന്നു? പിന്നീട് ഇതേ ദിലീപിൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളുടെ സിനിമകളിൽ പോലും പിന്നീട് ഈ ഒരു അതിജീവിത അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തടയാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ദിലീപിന് ആ ഒരു കാര്യത്തിൽ തടയാമായിരുന്നല്ലോ എന്ന് കോടതി എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം തിരിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജയിക്കാണ്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ 2 പേരുടെ ഈ ഒരു ബന്ധം അറിയുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം. ഇത്തരത്തിൽ സംസാര വിഷയമായിട്ട് ഉള്ളതൊക്കെ തന്നെയാണ്. ഈവൻ മമ്മൂക്ക പോലും ഇത്തരത്തിൽ പ്രമാണി സിനിമയിനകത്ത് കാവ്യമാധവനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇങ്ങനെ കുറേ വിഷയങ്ങളായിരുന്നു. കാര്യം ഇവർ 2 പേരും ഇങ്ങനെ ഒരു ബന്ധത്തിൽ പോയി എന്നുള്ളൊരു കാര്യം മാത്രമല്ല ഇവർ ചെയ്യുന്നത്. ആ കാവ്യമാധവന്റെ ആ ഒരു മുൻ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ അപ്പോഴും ആ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഇവർ വേട്ടയാടിയ സംഭവ കാര്യങ്ങളൊന്നും രാഹുൽ ഈശ്വർ അന്ന് സംസാരിച്ചത് അത് അവിടെ കഴിഞ്ഞു. അപ്പം പിന്നെ ഈ മീഡിയാസിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇവർ മറ്റു പലരോടും ഇത്തരത്തിൽ മോശമായിട്ട് ചെയ്തതോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും രാഹുൽ ഈശ്വർ എവിടെയും വന്ന് പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാവ്യം കൂടാണ് ഇത് കളിക്കുന്നത് മൊത്തം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ. പിന്നല്ല, അറിയാം. കാരണം ഞാൻ പറഞ്ഞു ലാൽ മീഡിയെന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ആ ന്യൂസുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ തകർന്നു പോയത്. അയ്യോ സച്ചിൻ നിശ്ചലിന് കാവ്യഭാഗത്ത് ഞാൻ തകർന്നു. കാരണം അതിന് 1 മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്താണ്. അവളുടെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്തു അവളുടെ പുതിയ വീട്ടിൽ എറണാകുളത്തെ. അതൊക്കെ ലോണില്ല മോനെ, അങ്ങനെ ഉദ്ദേശിച്ചു. ഞാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോഴും അറിഞ്ഞു നമ്മളിപ്പോ കേൾക്കാം. നമ്മള് സാധാരണ ഡൗറിയൊക്കെ പറയുന്നത് കല്യാണ സമയത്തല്ലേ പറയുന്നത്. അതെ. അന്ന് പോലും ഞാൻ സുനിലിന്റെ അടുത്ത് ചോദിച്ചു, എന്താ പറയാ നമ്മൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല ചേച്ചി. പിന്നെ എന്തോന്നാടാ ഇപ്പൊ ഒരു പറച്ചിൽ വന്നത്? സ്വർണം പോലും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ. അത് അങ്ങനെയല്ല ആന്റി, ആന്റിയുടെ ഒക്കെ ഒത്തിരി ഫാമിലി സെറ്റപ്പിലുള്ള സ്വർണം ഇവള് അതെല്ലാരും പറയുന്നത് നമ്മുടെ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഉണ്ടോ? അവൻ അത് രോമത്തിന്റെ വില കൊണ്ടോ? അല്ല അവനെ എന്തിനാ അവൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ? അവൻ എനിക്ക് ഭയങ്കര വിഷമം. സത്യം അവള് മറ്റവന്റെ രുചി അറിഞ്ഞു. അതുകൊണ്ട് അവൻ പറഞ്ഞോ നീ ഇത് കഴിയുമ്പോ പോരണം. അതെ. അയ്യോ ഈ ചെറുക്കന്റെ അടുത്ത് വേണ്ടായിരുന്നു. അത് അവള് തന്നെ അനുഭവിച്ചോളും. തീർച്ചയായും അവള് തന്നെ അനുഭവിക്കും. അവളാ ഒരു വെച്ച് ചോറിന് അവള് കിടന്ന് യാചിക്കുന്നു. തീർച്ചയായും. ആന്റി എന്ന് വരുന്നു ഇങ്ങോട്ടെ? വരുന്നുണ്ട് മോനെ. വരുന്നതേ മോനെ വിളിക്കാൻ. വേറെ അല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ ആരെങ്കിലും ഉമ്മ വരുന്നു, വേറെ ഒന്നുമില്ല. ആന്റി എന്റെ നമ്പർ സൂക്ഷിച്ചു വെച്ചിട്ട് എന്നെ വിളിച്ചല്ലോ. സൂക്ഷിച്ചു വെച്ചു മോനെ. പിന്നെ ആന്റി ഇതുവരെയും ഇത്തിരി വിഷമത്തിലായിരുന്നു. ഇപ്പൊ എല്ലാം മാറി. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞതിന് ഞാൻ നമുക്കൊരു ഉമ്മ തരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞത്? അവർക്ക് ക്യാമറയുടെ മുന്നിലല്ല, ക്യാമറയുടെ പിന്നിലാണ് ഇത്തരത്തില് പരിപാടി കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത്. ഇത് സകലമായ കാര്യങ്ങൾ രാഹുൽ ഈശ്വറിന് അറിയാം. ഓക്കെ, ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്ന സകല കാര്യങ്ങൾ രാഹുൽ ഈശ്വറിന് അറിയാം. അവരുടെ കുടുംബമായിട്ട് ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊന്നും പബ്ലിക്കായിട്ട് വന്നിട്ട് രാഹുൽ ഈശ്വർ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഓക്കെ എല്ലാവരും ക്രിസ്റ്റൽ ക്ലിയർ ആണ് എല്ലാം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ഒഴുക്കിനനുസരിച്ച് ഓക്കെ ഈ ഒഴുക്ക് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കിയിട്ട് പല വിഷയങ്ങളിൽ രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, പല വിഷയങ്ങളിൽ രാഹുൽ ഈശ്വർ ചെയ്യുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഞാൻ അമ്മയ്ക്കൊരു ഉമ്മ ആയിരുന്നുണ്ടമ്മേ.
എന്നൊക്കെ പറയുമ്പോ ബാക്കി കേൾക്കാം. ഒരു കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ സത്യം ഭയങ്കര ഹാപ്പിയായി ഇവള് പോയതിന് ശേഷം. ഇവനെ ഒത്തിരി ഹരാസ് ചെയ്തു മോനെ നന്നായിരുന്നാ മതി. അല്ല മോനെ ഒരുപാട് ഹരാസ് ചെയ്തു അവള്. മനസ്സിലായി, അവൾ അങ്ങനത്തെ ടൈപ്പാണ് ആന്റി. ഒരു പെണ്ണല്ലേ, പെണ്ണൊരു അവരുടെ വീട്ടിൽ ചെന്ന ഉടനെ ചോദിച്ചു ചോറ് വെക്കാൻ അറിയാമോ, അവരുടെ അമ്മ ചോദിച്ചു എന്തോ. അപ്പൊ ഇവന് ഇപ്പഴാ ഇതൊക്കെ പറയുന്നത്, ചോറ് വെക്കാൻ അറിയാമോ. ഉടനെ അമ്മ അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. ഉടനെ അവന്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാൻ ഞാൻ. കഷ്ടം. അപ്പൊ ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു, അത് തള്ള ചോദിച്ചത്. ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു പ്രണയിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അവൻ പറഞ്ഞു പ്രണയിക്കാനല്ല എന്നെ വിട്ടത്, എന്നെ പഠിക്കാൻ അമേരിക്ക വിട്ടതെന്ന്. അവൻ പറയാം അമ്മേ എന്ത് വൃത്തിയത്തെ വർത്താനൊക്കെ ഈ പെണ്ണ് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഇടയ്ക്ക് കൊണ്ടുപോകായിരുന്നോ. ഇതിനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു BP കൂടി 180 ആയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ചക്കരെ കഷ്ടമോ സത്യം. എനിക്ക് തോന്നിയാ ഇതൊക്കെ ഞാൻ അറിയുന്നില്ല. അത്രയ്ക്ക് മോനെ അങ്ങ് മുറിക്കാത്തിട്ട് ഇവിടെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു അറിയാവോ ഇവന്. അപ്പൊ മോനെ അന്നമ്മ ചോദിച്ചു കൊച്ചുമോന് ചിരിയൊക്കെ പോയി എന്തോ പറ്റി. പെണ്ണൊരുമ്പിട്ടാൽ അതാണ് ആന്റി, പെണ്ണൊരുമ്പിട്ടാൽ. അതാണ് അവർക്ക് ഇപ്പൊ തന്നെ അവർക്ക് സന്തോഷമായി ദിലീപിന്റെ. അന്നല്ല മോനോട് ആര് ചോദിച്ചാലും മോൻ പറഞ്ഞേക്കണം, ഇനിയും വിടണ്ട, വിട്ടുകൊടുക്കണം. ആന്റി പറഞ്ഞോടാ ഞാൻ പറഞ്ഞത്, എനിക്ക് സത്യം വരെയെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. അല്ല ഇനി അങ്ങ് വിസ്തരിക്കണം. ഇത് ഇവള് തന്നെ ഇവളെ കുഞ്ഞിനെ ബലിയാടാക്കിയെന്ന് തന്നെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ല ഞാൻ വിടത്തില്ല, അതോ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതേപോലെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരിക്കണം. നമ്മൾ എല്ലാരും കൂടെ കൂടുന്നുണ്ട്. തീർച്ചയായും അവനെ എന്തോ കൊണ്ടുവരണേ ഇവിടുന്ന് വരുമ്പം. ആന്റി എന്തുകൊണ്ടത് സന്തോഷം എനിക്ക്. തീർച്ചയായും മോളോടും പറയണം കേട്ടോ, മോളോടും പറയണം. ശരി ആന്റി, ഞാൻ കൊണ്ടുവരാം ആന്റി. ആന്റി എപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്? പെണ്ണൊരുമ്പെട്ടാൽ ഞാൻ ഇതൊന്നും വിടൂല ആൻറ്റി, ഇതിൻ്റെ ഒക്കെ പുറകെ പോകും എന്നൊക്കെ പറഞ്ഞേക്കുന്ന രാഹുൽ ഈശ്വറാണ്. എന്നിട്ട് മീഡിയയിൽ വന്നിട്ട് എല്ലാവരും കൂടെ വേട്ടയാടുകയാണ്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർക്കൊക്കെ മറ്റൊരു മുഖമുണ്ട്. എത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. രാഹുൽ ഈശ്വർ ഈ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കേണ്ടതല്ലേ. അവിടെ ഒന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് മാറ്റി പറയുന്നു, മീഡിയയുടെ മുന്നിൽ വരുമ്പോൾ മറ്റൊരു ഫേസിൽ വന്ന് സംസാരിക്കുന്നു. അവിടെ വന്നിട്ട് പെണ്ണൊരുമ്പിട്ടാൽ ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ ഒരു പകയും അല്ലെങ്കിൽ ആ ഒരു ദേഷ്യവും വെച്ചുകൊണ്ട് തൻ്റെ മുൻ ഭർത്താവിനെ അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തൻ്റെ മുൻ ഭർത്താവിനെ അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മറ്റൊരു രീതിയിലൊക്കെ കാണിക്കാനെ കൊണ്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ കാവ്യമാധവനാണെങ്കിലും ദിലീപ് ഇവർ ചെയ്തേക്കുന്ന കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഓക്കെ, ഇവിടെ നമുക്ക് ചില സംശയ കാര്യങ്ങളൊക്കെ തോന്നും. ഈ സാധനങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ കണ്ടെന്ന് ഇപ്പം നമ്മൾ പല പെർസ്പെക്റ്റീവ് പല വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ചില ആൾക്കാർ പറഞ്ഞു ഞാൻ ദിലീപിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണെന്ന്. എനിക്കെന്താ ദിലീപിനെ വിളിപ്പിച്ചിട്ട് എനിക്കിത് കിട്ടാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവ് പല ആംഗിളിൽ നിന്ന് സംസാരിച്ചു. അതിലൊരു ആംഗിളിൻ്റെ കാര്യമാണ് നമ്മൾ ആ ഒരു വീഡിയോക്കകത്ത് സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ വേറൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാഡം ഉണ്ട്, അത് കാവ്യമാധവനാണ് പൾസർ സുനി പറഞ്ഞേക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. അന്നത്തെ ആ ഒരു വോയിസ് സംസാരിക്കുന്ന ഈ ഒരു കാര്യങ്ങളിൽ കാവ്യമാധവൻ തൻ്റെ മുൻ ഭർത്താവിനെ പോലും ഈ രീതിയിൽ ചിത്രീകരിക്കാൻ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു. അതൊക്കെ വരുമ്പോഴത്തേക്കിന് ഇതൊക്കെ ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. സംഭവം പല ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്കിന് അതെന്തിനും അത് സംസാരിക്കുന്നു. ഒരാൾ വീഡിയോ ഒരു കമൻറ്റ് ഇട്ടാണ്, അതായത് കാവ്യമാധവനും അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധപ്പെട്ട് ബാത്റൂമിൽ കയറിയിരിക്കുന്ന ആ ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്, അതൊന്നും അല്ലല്ലോ നമുക്ക് സംസാരിക്കേണ്ടത്. ഈ കുറ്റം ഇത് അങ്ങനെ ചെയ്താര് ഇങ്ങനെ ചെയ്താര് അതിനെ പറ്റിയിട്ടല്ലേ. ഈ കുറ്റവും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എവിടുന്നാണ്, ഇതിന്റെ കോറെന്ന് പറയുന്ന സാധനം എവിടെയാണ്. ഇവരുടെ ഈ ഒരു ബന്ധം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നാണല്ലേ ഈ ഗൂഢാലോചന അങ്ങനത്തുള്ള ആരോപണങ്ങളും ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്, അതല്ലേ ഇവിടുത്തെ കോർ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കിന് ഇത് ഭയങ്കര എന്താ പറയുക, ഇതും പിന്നെ ആ ഒരു മാഡം എന്നൊക്കെ പറയുന്നത് എനിക്ക് പൾസർ സുനി പറഞ്ഞേക്കുന്ന മിസ്ലീഡ് ചെയ്യാൻ അല്ലാതെ ശരിക്കും ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് തോന്നുകയാണ്. ഓക്കെ, പക്ഷേ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഒരു ഭൂരിഭാഗം കാര്യങ്ങൾ അറിയുന്നത് ഇതേ രാഹുൽ ഈശ്വർ തന്നെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ വേട്ടയാടപ്പെടുന്ന ഒരാളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന പരിപാടിയാണ് പലപ്പോഴായിട്ട് നമുക്ക് കാണാറുള്ളത്. ഓക്കെ, നമ്മൾ അങ്ങനെ നിൽക്കണം, ന്യായത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത് എന്ന് എഴുതിയിട്ട് അപ്പുറത്തൊന്ന് പറഞ്ഞ് ഇപ്പുറത്ത് മാറ്റി വേറൊന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതേ ഭാഗ്യലക്ഷ്മി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം കേട്ടോണ്ട്. എന്തായാലും ഇത് അത്രയൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.